ആശങ്കയൊഴിയാതെ സംസ്ഥാനത്ത് കോളറ ബാധ 2 മാസത്തിനിടെ 2 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 2024 ജൂലൈയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ കോളറ രോഗം റിപ്പോർട്ട് ചെയ്തത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അല്പം ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണോ? ആലപ്പുഴ തലവടിയിൽ കോളറ ബാധിച്ചൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ സംസ്ഥാനം കോളറ ഭീതിയിലാകുകയാണോ? പ്രശാന്തിലേക്ക് എത്താം. എന്തായാലും സംസ്ഥാനത്ത് കോളറ ബാധ സ്ഥിരീകരിക്കുന്നതിൽ വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. 2 മാസത്തിനിടെ 2 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളത് ഏറെ ഗൗരവതരമായ ഒരു വസ്തുത കൂടിയാണ്. പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, പറയൂ. രോഹിണി, സംസ്ഥാനത്ത് കോളറ ബാധ വീണ്ടും പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമുള്ളത്. ആദ്യം അത് തിരുവനന്തപുരം സ്വദേശിക്കാണെങ്കിൽ തിരുവനന്തപുരം സ്വദേശി ഒരു 68 വയസ്സുകാരനാണ് കോളറ ബാധ ഏറ്റു മരിച്ചത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ആ മരണം സംഭവിക്കുന്നത്. ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അടുത്ത മരണവും സംഭവിച്ചിരിക്കുന്നു. ആലപ്പുഴ തലവടി സ്വദേശി, എടത്വ തലവടി സ്വദേശിയുടെ മരണമാണ്. ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി കോളറ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ തുടരെ മരണം സംഭവിക്കുന്നത്. ഈ കോളറ ബാധിച്ച് മരണം സംഭവിക്കുന്നത് പല ഇടങ്ങളിലും ഇത്തരത്തിൽ സംഭവങ്ങൾ ഇത്തരത്തിൽ രോഗബാധ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ടായിരുന്നു. നേരത്തെയും ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന് തന്നെ പലയിടങ്ങളിലും കോളറ എന്ന് സംശയിക്കുന്നതിലൊക്കെ അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിനിടയിൽ 2 മരണവും സംഭവിച്ചിരിക്കുന്നു. ഒരു മാസത്തിനിടയിലാണ് 2 മരണം സംഭവിച്ചത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. കാരണം നമ്മൾ കോളറയെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അവകാശപ്പെടുന്നൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഒട്ടേറെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നടത്തിക്കൊണ്ട് കോളറയെ സമൂലമായി നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്നൊരു സംസ്ഥാനത്താണ് വീണ്ടും ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇങ്ങനെ കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആരോഗ്യനിലയെ കാര്യമായി ബാധിക്കും. സംസ്ഥാനത്തിൻ്റെ തന്നെ ആരോഗ്യ സ്ഥിതിയെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. മലിനജലം ഉപയോഗിക്കുന്നതാണ് ഇത്. മലിനജലം മൂലമാണിത് കൂടുതലായി പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ഒരു രോഗബാധ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുകയും ചെയ്തു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെ, അതായത് രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അതത് സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ ആ സ്ഥലം, അതായത് ഏതൊക്കെ സ്ഥലത്താണ് കോളറ പടർന്നു പിടിക്കുന്നത് അവിടെ മാത്രം നിരീക്ഷണങ്ങൾ ശക്തമാക്കുകയും രോഗികളോട് സമ്പർക്കം പുലർത്തിയവരെയും രോഗം ബാധ സ്ഥിരീകരിച്ചതോടനുബന്ധിച്ചുള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലെ മലിനജലങ്ങളെല്ലാം, അല്ലെങ്കിൽ കിണർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ വെള്ളത്തിൻ്റെ സാമ്പിളുകൾ എടുത്തുകൊണ്ടൊരു പരിശോധന നടത്തുന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ സമൂലമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇതിന് ഒരു പരിശോധന നടത്തുവാനോ, അല്ലെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ രണ്ടാമതും ഇതുപോലെ രോഗബാധ ഉണ്ടാകുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുവാനോ പഠനം നടത്തുവാനോ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. കോളറ ബാധിച്ച് 2 മരണമാണ് നിലവിൽ ഒരു മാസത്തിനിടയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി ആണ് ഒരു മരണമുണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും അടുത്ത മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുന്നത്. അതീവ ഗൗരവത്തോടു കൂടി തന്നെ വേണം ആരോഗ്യവകുപ്പ് ഇത് കാണേണ്ടതെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും, അതിലുള്ള ആരോഗ്യമന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നുണ്ട്. മാത്രമല്ല ആരോഗ്യവകുപ്പ് എന്തൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥലത്ത്, എടത്വ തലവടി സ്ഥലത്ത് ഇത്തരത്തിൽ പ്രാദേശികമായ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗിയോട് സമ്പർക്കം പുലർത്തിയവരടക്കം നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതടക്കമുള്ള നടപടി, അല്ലെങ്കിൽ നിരീക്ഷണം രോഗബാധ സ്ഥിരീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടി വേണം ഈ സംസ്ഥാനം ഇതിനെ കാണാൻ. കാരണം ഇത്തരത്തിൽ രോഗബാധ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലേക്ക് എത്തും. കാരണം കുട്ടികളിലേക്കൊക്കെ ഇത് പടർന്നു പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രോഗബാധ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പും വേണ്ട ഗൗരവത്തോടു കൂടി തന്നെ വേണം ഈ വിഷയത്തെ കൈകാര്യം കാണാൻ എന്നത് വേണം ഇപ്പോൾ പൊതുസമൂഹവും പറയുന്നത്. ആ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്നാണ് പ്രതീക്ഷ. രോഹിണി.